അഭിമന്യനായ ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ തിരുമേനി കുര്യാക്കോസ് മാർ സേവറിയസ് മെത്രാപ്പോലീത്ത, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജേക്കബ് ലൂക്കോസ് കോയിപ്പുറത്ത്, നസ്രത്ത് കോളേജിൻ്റെ മാനേജർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽസി എബ്രഹാം, ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, ജ്ഞാനായ സമുദായത്തിൻ്റെ അഭിമാനമായ സെക്രട്ടറി ശ്രീ TO എബ്രഹാം തോട്ടത്തിൽ, ശ്രീ PA എബ്രഹാം കുഴികണ്ടത്തിൽ, സെക്രട്ടറി നസ്രത്ത് കോളേജ് ഓഫ് ഫാർമസി, ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ VA എബ്രഹാം വെളിയശ്ശേരിൽ, ജ്ഞാനായ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ MC സക്കറിയ മധുരംകോട്ടെ, ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സ് ശ്രീ ടോണി കുര്യാക്കോസ്, നസ്രത്ത് ആശ്രമ സെക്രട്ടറി TB സക്കറിയ താമരപ്പള്ളിൽ, അതുപോലെ തന്നെ ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കുന്ന ശ്രീ സണ്ണി എടയാടിയിലെ, PK എബ്രഹാം പട്ടമ്പലത്തെ, ഡോക്ടർ ജയകുമാർ, ഡോക്ടർ ജിജു, ഇന്ന് ഈ ബിരുദദാനത്തിന് അർഹരായി ഇവിടെ ഇരിക്കുന്നതായ വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, വാസ്തവത്തിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല, പ്രസംഗം കേൾക്കാനായിട്ട് വന്നതാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ളതായ ദിഷണാശാലികളുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം കേൾക്കാം, അഭിവന്ദ്യ തിരുവേനിയുടെയും പ്രസംഗം കേൾക്കാം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനിവിടെ കടന്നു വന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ഈ പ്രശാന്തസുന്ദരമായ ഓതര ഗ്രാമത്തിൻ്റെ തിരുകക്കൂറിയായി ഫാർമസി വിദ്യാഭ്യാസ രംഗത്തെ ഒരു വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കുകയാണ് ഓതറ നസ്രത്ത് ഫാർമസി കോളേജ്. പ്രസിദ്ധ വിശ്വവിഖ്യാതനായിരിക്കുന്ന താത്വികൻ പ്ലേറ്റോ പറയുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഭാവി ജീവിതത്തിൻ്റെ ഒരുക്കമാണ് എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു തരിശു ഭൂമിയെ വളരെ ഫലപ്രദമായ ഒരു വിളനിലമാക്കി മാറ്റുന്നതിന്, ഫലവൃക്ഷാദികൾ തെങ്ങി നിൽക്കുന്നതായ ഒരു വിളനിലമാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ നിലം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ളതായ ഒരു ഒരുക്കൽ ആണ് കഴിഞ്ഞ 4 വർഷങ്ങളിലും 6 വർഷങ്ങളിലുമായി ഇവിടെ നടന്നതായ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ നേടിയിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളാണ് കലാലയ ജീവിതം എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാലാന്തരത്തിൽ അതിൻ്റെ മാസ്മരികതയും അതിൻ്റെ പച്ചപിടിച്ചതായ ഓർമ്മകളും ഹൃദയത്തിൽ എന്നും വാടാതെ പുഷ്പിച്ചു നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സഹപാഠികളുമായി ഈ കോമ്പൗണ്ടിലും ഈ ക്ലാസ് റൂമിലും ഒക്കെ നിങ്ങൾ കഴിച്ചുകൂട്ടിയതായ നല്ല മുഹൂർത്തങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും പച്ചപിടിച്ചു നിൽക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ശ്രീ രാമകൃഷ്ണ പരമഹംസർ പറയുന്നു, കടലിൻ്റെ അടിവാരങ്ങളിൽ, അടിത്തട്ടുകളിൽ ധാരാളം മുത്തുകളുണ്ട്, പക്ഷെ അത് ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടുള്ള ഒരു വസ്തുതയാണ്. 1-2 പ്രാവശ്യം കടലിലേക്ക് മുങ്ങിയിട്ട് ഇവിടെ മുത്തുകൾ കണ്ടില്ല, അല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുകയല്ല, വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കടലിൻ്റെ അടിയിലുള്ളതായ മുത്തുകളെ ശേഖരിക്കുവാനായിട്ട് സാധിക്കും. ജീവിതമാകുന്ന കടലിൻ്റെ അടിത്തട്ടുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നതായ വലിയ വലിയ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ തേടി കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ന് ഈ ബിരുദദാന ചടങ്ങിൻ്റെ ഏറ്റവും സുവർണമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത്. ജീവിതത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെ വേദിയിൽ ഇന്ത്യയിലെ ഇരട്ട മെഡൽ കരസ്ഥമാക്കിയ ഒരു ലേഡിയുണ്ട്. എന്താണ് അവരുടെ പേര്? ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ ലേഡിയുടെ പേര് ആർക്കും അറിയില്ലേ? മനു ഭാസ്കർ. ആ ലേഡി പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ഷൂട്ടിങ്ങിലാണ് അവർ സ്വർണം മെഡൽ കരസ്ഥമാക്കിയത്. അതിൽ നോക്കുമ്പോൾ ഞാൻ മറ്റൊന്നും തന്നെ കാണുന്നില്ല. എൻ്റെ ഫോക്കസ്, ഷാർപ്പ് ഫോക്കസ്, അതാണ് ആ ലേഡിയുടെ വിജയത്തിൻ്റെ പ്രശ്നം. ഒരു പ്രാവശ്യം ആദ്യമായിട്ടൊരു തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ മെഡൽ കിട്ടിയതല്ല, അനേക നാളത്തെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ് ഭാരതത്തിൻ്റെ അഭിമാനമായിരിക്കുന്നതായ മെഡൽ നേടുവാനായിട്ട് അവരെ സഹായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. എന്താണ് വാർത്ത? ഇന്ത്യൻ നേവിയിലെ 2 വനിതകൾ ഒരു പായ്ക്കപ്പലിലെ സപ്തസാഗരങ്ങൾ ചുറ്റിക്കൊണ്ട് ഒരു വലിയ സാഹസികതയെ അതിജീവിച്ച പടം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ സാഗര പരിക്രമ എന്ന് പറയുന്ന തരംകടിയിൽ കൂടി നേടിയത് അനേക നാളുകൾക്ക് പരിശീലനത്തിന് ശേഷമാണ് അവർക്കത് നേടുവാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫാർമസി രംഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നോയലും ഡോബലുമായിട്ടുള്ളതായ ഒരു പ്രൊഫഷനാണ്.
ഈ പ്രൊഫഷൻ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ബിരുദം നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ പന്ഥാവുകളിലെ ഒരു വഴിവിളക്കായി മാറുവാനായിട്ട് സാധിക്കട്ടെ. ഈ വിജയത്തിന് അർഹരായിരിക്കുന്നതായ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്നു. അവരുടെ പേരൻസിനെ ഞാൻ ഈ പ്രത്യേകമായിട്ട് പ്രശംസിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ നേതൃത്വം കൊടുത്തതായ ഇവിടുത്തെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളതായ എല്ലാ ജീവനക്കാരോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടുമുള്ളതായ എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിത വിജയത്തിന് എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും പൂച്ചെണ്ടുകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your kind words.